പാതിരാത്രിയും കഴിഞ്ഞ് പോലീസ് വരാന്തയിലേക്ക് 11 പ്രസവിച്ചൊരു ഉമ്മ എനിക്ക് തല ചായ്ക്കാനൊരിടം വേണമെന്ന് പറഞ്ഞു വന്ന വാർത്ത നമ്മൾ ഓരോരുത്തരും വളരെ വേദനയോടുകൂടെയാണ് വായിച്ചത്. ഇന്ന് കൂണുകണക്കിന് വൃദ്ധസദനങ്ങൾ വളർന്നു വരികയാണ്. അതിലൊക്കെ ധാരാളം ഉമ്മമാരും ഉപ്പമാരും അന്തേവാസികളായിട്ടുമുണ്ട്. അസ്ഥി നുറുങ്ങുന്ന വേദന നൽകിയാണ് ഓരോ ഉമ്മയും നമുക്ക് ജന്മം നൽകിയതെന്നും സ്വന്തം പിതാവിൻ്റെ ചോര ഊറ്റിയാണ് നമ്മുടെ ഈ വളർച്ചയെന്നും എന്നാണോ ബോധ്യപ്പെടുന്നത്, അന്ന് തീരും വൃദ്ധസദനങ്ങളിലെ തിരക്ക്. നമ്മുടെ മാതാപിതാക്കളെ അവഗണിച്ചുകൊണ്ടുള്ള വളർച്ച അത് താൽക്കാലികമാണ്, അത് ശാശ്വതമല്ല. അതൊരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാനുള്ളതാണ്. നമ്മുടെ കാരണം നമ്മുടെ മാതാപിതാക്കളുടെ കണ്ണുനീർത്തുള്ളി ഈ ഭൂമിയിൽ പതിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളത് അനുഭവിക്കുക തന്നെ ചെയ്യും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുല്ലു ദുനൂബി യുഅഖിറുല്ലാഹു മിൻഹാ മാ ശാഅ ഇലാ യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് നാം ചെയ്യുന്ന എല്ലാ തെറ്റുകളും അള്ളാഹു ഒരു പക്ഷേ അത് പരലോകത്തേക്ക് നീട്ടിവെച്ചേക്കാം. ഇല്ലാ ഉഖൂഖൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിച്ചതൊഴികെ. ഫഇന്നഹു യുഅജ്ജിലുഹു ലിസ്വാഹിബിഹി ഫിൽ ഹയാത്തി ഖബ്ലൽ മമാത്ത്. ഈ ദുനിയാവിൽ വെച്ച് തന്നെ അത് അനുഭവിച്ചിട്ടേ നാം ഓരോരുത്തരും വിട പറയുകയുള്ളൂ. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അവഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ വളർച്ച അത് താൽക്കാലികമാണ്, അത് ശാശ്വതമല്ല, ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാനുള്ളതാണ്. അള്ളാഹു നമുക്ക് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് നല്ല രൂപത്തിലുള്ളൊരു ബന്ധം സ്ഥാപിക്കാനും അതു കാരണമായിട്ട് സ്വർഗപ്രവേശം സാധ്യമാകാനുള്ള തൗഫീഖ് നൽകട്ടെ.